ഞാൻ വന്നിരിക്കുന്ന പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ മൈൻക്രാഫ്റ്റ് ആണ്. ഒരു സെക്കൻഡ്, ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വേൾഡിലാണ് കയറി. ഞാൻ എന്തോ ഈ കാണുന്നത് ഫ്രണ്ടിൻ്റെ വേൾഡിലാണ് കയറി. അപ്പം ഞങ്ങൾ ഈ വേൾഡിലാണ് ഇനി മുതൽ കളിക്കാൻ പോകുന്നത്. ഞാൻ ആ കയറിയപ്പോൾ തന്നെ ഏതാണ്ട് വില്ലേജിൽ ഏതാണ്ട് ടവറോ, അത് വീടാണോ? ആണ് എൻ്റെ കൂട്ടുകാരൻ ടൗണായി. അപ്പോൾ സ്നേക്കിയാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് നോക്കിയപ്പോൾ എനിക്ക് ഏതാണ്ടൊക്കെ പണിത് വെച്ചിട്ടുണ്ട്. വീട് മനസ്സിലായി, പക്ഷെ അതിൻ്റെ അപ്പുറത്തുള്ള എന്താ മനസ്സിലായി. ഞാനിപ്പോൾ കാണിച്ചുതരാം. ഇതാണ്ട് ഇതെന്തോ സാധനം അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ വെച്ച് നമുക്ക് വുഡ് പ്ലാങ്ക് ഒക്കെ വെച്ച് നമുക്ക് ഇതുണ്ടാക്കാം ഗൈസ്. ക്രാഫ്റ്റിംഗ് ടേബിളും ഒക്കെ. അപ്പം നമുക്ക് ഒരു 20 നമുക്ക് ഒരു പിക്കാക്സ് അങ്ങ് ഉണ്ടാക്കാം. ഇത് വെച്ചു നമുക്കൊരു പിക്കാക്സ് ഉണ്ടാക്കാം ഗായ്സ്. ഇതല്ലേ പിക്കാക്സ്? ഓക്കെ, ഇതങ്ങ് പൊട്ടിച്ചെടുത്തേക്കാം. ഓക്കെ, ഇനി നമുക്ക് പിക്കാക്സ് ഉണ്ടാക്കാനായിട്ട് പിക്കാക്സ് അല്ല, സ്റ്റോണേജ് കിട്ടണം. അപ്പം നമുക്ക് കുറച്ച് സ്റ്റോൺ എടുക്കാം. അതിനുവേണ്ടി നമുക്ക് ഇവിടെ പോയി പൊട്ടിച്ചാൽ അപ്പോൾ കിട്ടും. സ്നേക്ക് ഇവിടെ വന്നാൽ അതാണ് വെക്കുന്നത്. ഓരോന്ന് കുറച്ച് സ്റ്റോൺ കളക്ട് ചെയ്യാം ഗൈസ്. ഞാൻ ട്രേഡിൻ്റെ ഒക്കെ ഇവിടുന്ന് സൗണ്ട് കേൾക്കാം ഗൈസ്. നമുക്ക് ഇവിടെ ഉള്ള ബ്ലോക്ക് ഫുള്ളൊക്കെ പൊട്ടിച്ചെടുത്തേക്കാം. സ്റ്റോൺ ആക്കാനായിട്ട് നമുക്ക് സ്റ്റോണൊക്കെ പൊട്ടിച്ചെടുക്കാം. ആണ്ടാ സ്നേക്ക് വന്നിരിക്കുന്നു. ഹൈ ബ്രോ. അപ്പം നമ്മൾ സ്നേക്ക് എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇതൊന്ന് കേറോ ആർക്കറിയാം. നമുക്ക് എന്തായാലും ഒക്കെ പൊട്ടിച്ചെടുത്തേക്കാം. അപ്പം നമുക്ക് ഈ സ്റ്റോണും കൂടെ ഇത് ഒച്ച് എന്തൊക്കെ ഉണ്ടല്ലോ. ഡയമണ്ട് ഹെൽപ്പ് കൂട്ട് ഒരു ഒബ്സീഡിയൻ 2 ഡയമണ്ട്. ആദ്യമേ തന്നെ ഡയമണ്ട് താനൊക്കെ കിട്ടി. ഇതിപ്പം സ്നേക്കാന്ന് കേട്ടോ. നമുക്കിതൊക്കെ കളക്ട് ചെയ്യാം. എന്തായാലും സ്റ്റോണിൻ്റെ റൂൾസ് വേണം, കാരണം 2 ഡയമണ്ടേ ഉള്ളൂ. ഇപ്പം നമുക്കതൊന്ന് പൊട്ടിച്ചെടുത്തേക്കാം. ഓക്കെ, കുറച്ചുകൂടെ എടുക്കാം. ഒരു 30 എണ്ണാക്കാം കഴിച്ച് നോക്കാം. 28 ഇനി 2 മതി. ഓക്കെ, ഇനി നമുക്ക് സ്റ്റോണിൻ്റെ ടൂൾസ് ഉണ്ടാക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് സ്റ്റോണിൻ്റെ ടൂൾസ് ഉണ്ടാക്കാം. അപ്പോൾ പിക്കാക്സ് ഉണ്ടാക്കി. ഇനി നമുക്ക് ഉണ്ടാക്കേണ്ട എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്സ്, പിന്നെ ഒരു സോഡ്. ഇത്രയും സാധനം നമുക്ക് സ്റ്റോണിൻ്റെ മതി. ഡയമണ്ടിൻ്റെ വേണം നമുക്ക് എടുക്കാം സോഡ്, ബട്ട് നമുക്ക് സ്റ്റോണിൻ്റെ തന്നെ മതി. കാരണം 3 ഡയമണ്ട് ആക്കിയിട്ട് നമുക്ക് ഡയമണ്ടിൻ്റെ പിക്കാക്സ് ഉണ്ടാക്കാം. അതിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം ഗൈസ്. അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം ഗൈസ്. അപ്പം നൈറ്റായാ ഞാനിത് പണിതുകൊണ്ടിരിക്കുന്ന ടൈമിൽ നൈറ്റായി. നമുക്ക് ഇതും കൂടെ പൊട്ടിച്ചിട്ട് നേരെ പറന്നു പോവാം. നമ്മുടെ സ്നേക്കിയുടെ വീട്ടിലോട്ട് പോവാം. ഓക്കെ, ഇതാണ് നമ്മുടെ സ്നേക്കിയുടെ വീട്. ഇതെന്തോ റോക്കറ്റോ? അയ്യോ, സ്കെലട്ടെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. നെതറൊക്കെ പണിതിട്ടുണ്ടോ? എന്തായാലും അകത്ത് പോയി കിടന്നുറങ്ങിയേക്കാം ഗൈസ്. ഞാൻ കിടന്നു, നീ സ്നേക്കും കൂടെ കിടക്കട്ടെ. അങ്ങനെ നമ്മൾ കിടന്നുറങ്ങി. ഓക്കെ, ഇനി നമുക്ക് നെതറിൽ പോകണം. അയ്യോ, സ്വിച്ച് മാറിപ്പോയി. അപ്പം ഞാൻ സ്നേക്ക് നമുക്ക് നെതറിൽ പോകാം ഗൈസ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചാറ്റ് ചെയ്തു. പിന്നെ എനിക്ക് നമുക്കാണെങ്കിൽ ഗൈസ് സ്നേക്ക് ഒരു ബോളൊന്നും ഇരിക്കുകയാണ്. എനിക്ക് ബോളൊന്നും യൂസ് ചെയ്യാറിയാം, എന്നാൽ അത്രയ്ക്ക് അറിയത്തില്ല. എന്തായാലും സ്നേക്ക് നമുക്ക് നെതറിൽ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നെതറിൽ പോകാം ഗൈസ്. അയ്യോ, അയ്യോ സ്നേക്ക് എന്നാലും എന്നെ പണിയോ ഗൈസ് കാണിച്ചേ. എന്തായാലും കീപ്പ് ഇൻവെന്ററി ഓൺ ആയാൽ നല്ല കാര്യം. കത്തില്ല. കീപ്പ് ഇൻവെന്ററി ഓൺ ആയിരുന്നു ഗൈസ്.
അതുകൊണ്ട് നല്ല കാര്യമായിരുന്നു. ലെവലിപ്പോൾ ഈ തവണ നമ്മൾ ഫ്രണ്ടിലോട്ട് പോകില്ല. അല്ല ഞാൻ ദൂരെയാണ് കഴിച്ച് നമുക്ക് അങ്ങോട്ട് പോകാം. സ്പീഡിൽ പോകാം. അമ്മേ കത്തില്ലേ ഡാമേ എടുത്തില്ല. അയ്യോ ഇത് കുറച്ചിട്ട് പഞ്ച് എനിക്ക് അപ്പുറമാണ്. ഒറ്റ ചാവത്തില്ല ഒറ്റ ഓട്ടം അത്രേ ഉള്ളൂ. എങ്ങോട്ട് പോവാ? നീക്കാണ് എങ്ങോട്ടൊക്കെ പോവാണ്. ഞാനും ബോട്ടിൽ കയറാം. പോട്ടെ വണ്ടി പോട്ടെ. അത്രേ ഉള്ളൂ. ഒന്നുകൂടെ പോട്ടെ. അങ്ങനെ നമ്മൾ ബോട്ടിൽ നിന്ന് ഇറങ്ങാം. കൊണ്ടുപോടെ ഡയമണ്ടിന്റെ ടൂൾസ് ആയിട്ടാണോ ഇരിക്കുന്നത്? എനിക്കൊരെണ്ണം പോലും തന്നില്ലല്ലോ സ്നീക്കി. എന്ത് ചെയ്യണം? നമുക്ക് സ്നീക്കിയോട് ഒരെണ്ണം അങ്ങനെ ഗൈസ് നമ്മൾ ചത്തു വന്നിട്ട് വീണ്ടും റിസ്പോൺ ആയിട്ടുണ്ട്. നമുക്ക് നേരെ വീണ്ടും നെതറിലേക്ക് പോകാം. അങ്ങനെ പോയാ ബാക്കായാ എന്നാ